ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് മാരുതിൻ്റെ 3 ആഷ് ബാഗ് വാഹനങ്ങളാണ്. അതിൽ 2 സ്വിഫ്റ്റ് ഉണ്ട്, ഒരു ബലേനോ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ്. ബലേനോ വരുന്നത് ഓട്ടോമാറ്റിക്കാണ്, ബാക്കി 2 മാനുവൽ സ്വിഫ്റ്റാണ് വരുന്നത്. മാരുതിൻ്റെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. 4 സിലിണ്ടറാണ് വരുന്നത്, ടൈപ്പ് 3 ആണ് വണ്ടി. അതിൽ CNG ഉണ്ട്, പെട്രോളും ഉണ്ട്. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18 to 20, CNG ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 28 കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. ബലേനോ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2021 മോഡലാണ്, പെട്രോൾ മാനുവൽ. 5,50,000 രൂപ കൊടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 5,20 വരെ ലോണും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു CNG ആണ്, സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഏകദേശം നമുക്ക് 28 കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. 5,20 കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് ബലേനോ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കാണ്. 6,30,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. 6 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 വാഹനങ്ങളാണ് നിലവിൽ നമ്മളങ്ങനെ സ്റ്റോക്കുള്ളത്. പിന്നെ മാരുതിൻ്റെ വാഹനങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും അതുപോലെ തന്നെ ചെറിയ മെയിൻ്റെനൻസിലും നമുക്ക് വണ്ടി കൊണ്ടുനടക്കാൻ കഴിയും. അത്യാവശ്യം നല്ലോണം ഓടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ CNGയും, അതുപോലെ തന്നെ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ പെട്രോളും ഏറ്റവും ഉപകാരപ്പെടും. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ബലേനോ ആണ്. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ വരുന്നത്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കാണ്. ആൽഫയാണ് ഓപ്ഷൻ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 82,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. KL 31 മാവേലിക്കരാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആഷ് ബാക്ക് വണ്ടീനെ അപേക്ഷിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയുണ്ട് വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, മെറ്റൽ ഫോൾഡിങ്, ബാക്ക് വൈപ്പർ, അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കലി CVT ആണ് വണ്ടീൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയറുണ്ട്. വണ്ടിക്ക് വേറെ മേജർ ആക്സിഡൻറ്റ്, പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 6,30,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 6,10 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടീൻ്റെ ഗിയർ ബോക്സ് CVT ആയതുകൊണ്ട് തന്നെ വണ്ടി ബാക്ക് ഇറങ്ങുന്ന വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് സ്വിഫ്റ്റാണ്. 2018 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 89,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി പെട്രോൾ പ്ലസ് CNG ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം 28 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. KL 7 എറണാകുളമാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലാണ് വണ്ടി നിലവിലുള്ളത്. ഡിക്കി സ്പേസൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ CNGൻ്റെ കുറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ വണ്ടി ബേസ് മോഡലാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എയർ ബാഗൊക്കെ വണ്ടിക്ക് ബേസിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ടയർ ബാഗൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 4 ഏകദേശം പുതിയ ടയറാണ് വണ്ടിക്ക് വരുന്നത്. വേറെ പിന്നെ വണ്ടിക്ക് മേജർ പരിക്കോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. CNG ആയതുകൊണ്ട് തന്നെ അഡീഷണൽ കുറേ വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു ഭാഗത്താണ് CNG ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗം വരുന്നത്. ബോണ്ട് തുറന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,20,000 രൂപയാണ്. ഏകദേശം ഒരു 4,50,000 രൂപ വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് വണ്ടി വരുന്നത് സ്വിഫ്റ്റ് തന്നെയാണ്. 2021 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് VXi ആണ്. 95,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. KL 84 കൊണ്ടോട്ടിയാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. വണ്ടീൻ്റെ ഡിക്കി സ്പേസൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ വണ്ടി VXi ആണ്. VXi അതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ടുള്ള 2 എയർ ബാഗ്, ABS. ടയർ ഭാഗം നോക്കുക തന്നെ ഏകദേശം ഒരു 90% ടയറുണ്ട്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 5,20 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 വാഹനങ്ങൾ നമ്മളെ കഴിയുമ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2 സ്വിഫ്റ്റും ഒരു ബലേനോണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്വിഫ്റ്റ് 2 മാനുവലും ബലേനോ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ സ്വിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ വാഹനമാണ്. ഒരു 30,000 രൂപേൻ്റെ ഉള്ളിലുണ്ടെങ്കിലൊക്കെ സ്വിഫ്റ്റ് 2021 മോഡൽ ഇറക്കാൻ പറ്റും. CNG സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 28 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വാഹനമായതുകൊണ്ട് തന്നെ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ദൂരെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്.